പുതുതായിട്ട് മരണസംഖ്യ കൂടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. രാവിലെ അത് 12 ആയിരുന്നു, അത് 14 ഇപ്പോൾ കിട്ടുന്ന അനൗദ്യോഗികമായ കണക്കുകൾ അനുസരിച്ചിട്ട് 24 പേര് മലയാളികളുടെ എങ്കിലും അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ അവരുടെ പേര്, വിവരങ്ങൾ, അതുപോലുള്ള ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുവൈറ്റിലെ നോർക്ക ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ഇപ്പം കിട്ടിയത് 24ഓളം മലയാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. 7 പേരോളം ഗുരുതരാവസ്ഥയിൽ വിവിധ ആശുപത്രികളിൽ, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പലരും വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കുറേയധികം പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇവരുടെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിൻ്റെ ക്രമീകരണമായി ഇതിന് ഉള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തു വരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഏറ്റവും കുറഞ്ഞ സമയത്തിനകം തന്നെ ഭൗതിക ശരീരങ്ങൾ കൊണ്ടുവരാനുള്ള നടപടികൾ അവിടെ ഏകോപിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ എംബസി, വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസിയുമാണ് അത് ഏകോപിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് മെമ്പേഴ്സ് അഹോരാത്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മോർച്ചറികളിലും അതുപോലെ തന്നെ ഇന്ത്യൻ മിഷൻ എംബസിയിലുമായിട്ട് ചേർന്ന് ഇതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. എംബസി കുവൈറ്റ് ഗവൺമെൻറ്റുമായിട്ട് ചേർന്നിട്ട് ഇത് എത്രയും പെട്ടെന്ന് ഭൗതിക ശരീരങ്ങൾ രാജ്യത്തേക്ക് അയക്കാനുള്ള നടപടികളവിടെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് ആണ് അവിടെ ഫീൽഡിൽ അത് ഏകോപിപ്പിക്കുന്നത്. മലയാളി വ്യവസായിയുടെ തന്നെയാണ് ഈ സ്ഥാപനം. അദ്ദേഹമായിട്ട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇല്ല. ഇവിടെ കുവൈറ്റ് ഗവൺമെൻറ്, അതുപോലെ തന്നെ മിഷൻ, കുവൈറ്റിലെ ആശുപത്രികൾ, പോലീസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പം നമ്മൾ അവിടെ അപകടത്തിൽപ്പെട്ട ആൾക്കാർക്ക് അടിയന്തര നടപടികൾ കൊടുക്കുക, മരണമടഞ്ഞവരുടെ ഭൗതിക ശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരിക, ഈ കാര്യങ്ങൾക്കാണ് ഇപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിനാണ് ഇപ്പം പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുന്നത്. മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എത്ര പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അല്ല, അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് ചെയ്തു വരുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതേ ഉള്ളൂ. അതിനുള്ള, നിങ്ങൾക്കറിയാവുന്ന കുറേ അതിനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഇപ്പം സ്വീകരിച്ചു വരുന്നത്.